യേശുക്രിസ്തു നമുക്കറിയാം ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഈ 40 ദിവസം എന്താ പഠിപ്പിച്ചതെന്നറിയാമോ? തൻ്റെ ശിഷ്യന്മാരോട് മാത്രമേ സംസാരിച്ചു. അവിടെ പിന്നെ ആ പർവ്വതത്തിൽ പോയി ഗിരിപ്രഭാഷണം ഒന്നും നടത്തിയില്ല. പിന്നെ അവിടുത്തെ യഹൂദ പള്ളിയിലും പോയില്ല. അല്ലേ, ഞാൻ ജീവിച്ചിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. തൻ്റെ അപ്പോസ്തലന്മാർ അല്ലേ, ആ ഒരു ചെറിയ കൂട്ടത്തോട് മാത്രമേ താൻ സംസാരിച്ചുള്ളൂ. പക്ഷേ അവരോട് ഈ 40 ദിവസം അവർക്കൊരു ക്രാഷ് കോഴ്സ് എടുത്തു കൊടുത്ത്. എന്താണെന്നറിയാമോ? റിഗാർഡിങ് ദി കിങ്ഡം, ദൈവരാജ്യത്തെ സംബന്ധിച്ചാണ് യേശു 40 ദിവസം അവരെ പഠിപ്പിച്ചത്. എങ്ങനെ പോയി രോഗികളെ സൗഖ്യമാക്കണമെന്നോ ഈ പറഞ്ഞ പോലെ സഭ എങ്ങനെ നടത്തണമെന്നോ അത് കഴിഞ്ഞ് നമുക്കറിയാം 50-ാം ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ 120 പേരെ നിറച്ച് അവരെല്ലാവരും കൂടെ ചേർന്ന് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് ജനം ഓടി വന്നു. അവരോട് എഴുന്നേറ്റ് പത്രോസ് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടവർക്ക് കുത്തുകൊണ്ടു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു, സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ 3000 പേര് സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. അതിൻ്റെ അർത്ഥം പുതിയ നിയമസഭ അന്ന് ഉദ്ഘാടനം ചെയ്തു, ആ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് അല്ലേ. പക്ഷേ ആ പെന്തക്കോസ്റ്റ് നാൾ തുടങ്ങുന്ന സഭ എങ്ങനെ നടത്തണമെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നുമല്ല അവിടെ പറഞ്ഞത്. അവിടെ ദൈവരാജ്യം സംബന്ധിച്ചാണ് അവരെ പറഞ്ഞ് അവർക്ക് നല്ല തെളിവായി അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു.